കാറിനുള്ളിൽ കയറി ഇരിക്കുവാണോ? കാറിനുള്ളിൽ കയറി ഇരിക്കാൻ രണ്ടുപേരുടെ ഭയങ്കര ചൂട് പുറത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ അല്ലേ. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. എന്താ സത്യാവസ്ഥ പറയട്ടോ. രേണുവിന് അന്ന് മുതൽ ഇന്ന് വരെയും രേണു ഒരു ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൊഞ്ചു കുഴയുന്നതായിട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്, സീരിയസ്ലി. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ആൺകുട്ടികളോട് മാത്രമുള്ള ഈ കെട്ടിപ്പിടുത്തവും ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടാൽ ഷൂട്ടിംഗ് എല്ലാവരെയും കിച്ചു എന്നെ വിളിച്ചത് എന്തിനാണോ ഇതെല്ലാം കണ്ടിട്ടോ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കിട്ടുന്നേ. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതി തന്നെയാണ്. രേണുവിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. രേണു സെറ്റിൽ കിടന്ന് കാണിക്കുന്ന ഒരുപാട് തോന്നിവാസങ്ങളെ പറ്റിയും എല്ലാം ആ വീഡിയോയുടെ ഇതിനെ പറ്റിയും ഒക്കെ. പക്ഷേ ഞാനവർ ചെയ്ത ആ ഒരു ആൽബത്തെ പറ്റി ഞാനൊന്നും പറയാൻ വന്നിട്ടില്ല. അത് അവർ അഭിനയം എന്നുള്ള രീതി മാത്രമേ തള്ളിവിട്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ അവരുടെ അഭിനയത്തെ പറ്റിയും അവർ ആ സെറ്റിൽ കിടന്ന് കാണിക്കുന്നതിനെ പറ്റിയും അവരുടെ കൂട്ടുകാർ തന്നെ കൂടെ നിന്ന് ഒന്നിച്ച് നിന്ന് രേണുവിനെ ആരെന്നാ പറഞ്ഞാലും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് അവരും ഒരുപാട് ചീത്തവിളി കേട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ വായിന്ന്. ഈ രേണുവിന് വേണ്ടി സംസാരിക്കുന്നതിനാണ് കേട്ടോ അവർ ചീത്തവിളി കേട്ടിട്ടുള്ളത്. അല്ലാതെ അവരുടേതായ കാര്യങ്ങൾക്കല്ല ഒരിക്കലും ചീത്തവിളി കേട്ടിട്ടുള്ളത്. രേണുവിന് സപ്പോർട്ട് നിന്ന് രേണുവിനെതിരെ ഓരോന്ന് പറയാൻ പോയിട്ട് അതിൽ നിന്നാണ് അവർ ഓരോന്നും കേട്ടിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാരി എന്നതാണെന്നുള്ളത് കുറേ കഴിയുമ്പോൾ ഇവർക്കും മനസ്സിലാകും. ഇവരുടെ മുന്നിൽ തെളിയും. അന്നേരം ഇവർ ചിന്തിക്കും ഇവർ എന്തിനു വേണ്ടി ഇവർക്ക് വേണ്ടി സൈഡ് പറഞ്ഞിരുന്നു എന്നുള്ളത്. ഇത് കാലം തെളിയിക്കും എന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇതിങ്ങനെ നമുക്ക് ഈ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ ഇതിൽ സജിന കുറച്ചൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ സജിന ചെയ്യുന്ന സപ്പോർട്ടൊന്നും അതിന് കുറേ കാര്യങ്ങൾ ഞാനങ്ങോട്ട് കാണിച്ചു തരാം. സജിന ഈ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സജിന പറയുന്ന മൊത്തം RJ ലച്ചുവിനെയും കൂടെ അഭിനയിക്കുന്നവരെ മാത്രമാണ്. ഈ രേണു എന്ന് പറയുന്നത് ഒരു പൊടി കൊച്ചൊന്നും അല്ലല്ലോ. മോനെ അങ്ങോട്ട് മാറി ഒരു കോലുമുട്ടായി മേടിച്ചു തരാമല്ലോ, ഇങ്ങോട്ട് മാറി ഒരു ചോക്ലേറ്റ് മേടിച്ചു തരാമെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനായിട്ട് 2 വിവാഹം കഴിച്ച് ഒരു കുട്ടിയുണ്ട്. ഒരു കുട്ടിയുടെ ആദ്യത്തെ സുധിക്കുണ്ടായ കുഞ്ഞിൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കൊച്ചിൻ്റെ അമ്മയെന്നുള്ളൊരു വേഷവും കിട്ടുന്നുണ്ട്. സുധിയിലുണ്ടായ ഒരു കൊച്ചുമുണ്ട്. ഈ കൊച്ചുമായിട്ട് ഇത്രയും വർഷം ജീവിക്കുന്നത് എന്ന് ചോദിച്ചാലും പുള്ളിക്കാരിക്ക് 34, 35 മാത്രമാണ് വയസ്സ് പറഞ്ഞത്. 34, 35 ഇങ്ങനെ പറഞ്ഞത്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാലും പറഞ്ഞത് 90, 91 കാലഘട്ടം. ഒരു മനുഷ്യന് ഒരു വർഷം പറയാൻ പറ്റത്തില്ല. ജനിക്കുന്ന വർഷം ചോദിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ ഒരു ഡേറ്റും ഒരു വർഷവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലാതെ 90, 91 കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് എന്നാ ജനനമാണ്. അത് ഇപ്പോഴും പുള്ളിക്കാരി അത് തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. ഇപ്പോൾ പിന്നെ 34 ഉള്ളൂ പുള്ളിക്കാരിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പ്രായം കൂട്ടിയും കുറച്ചും പുള്ളിക്കാരി പറഞ്ഞാൽ പുള്ളിക്കാരിക്കുള്ള പ്രായമല്ലാതെ ഇരിക്കുകയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ഇവരെ പറയാൻ വന്നിട്ടില്ല കേട്ടോ. ഏജൊക്കെ അവരുടേതായ പേഴ്സണലായിട്ടുള്ള കാര്യം. പക്ഷേ ഇവരെ ഇത്രയും സജിന ന്യായീകരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ശ്രീധുവിൻ്റെ കാര്യം കുറിച്ചൊക്കെ ശ്രീധു പറയുന്ന കുറേ കാര്യങ്ങൾ സത്യമായിട്ട് സജിന പറയുന്നതുകൊണ്ടില്ലെന്നല്ല, പക്ഷെ ശ്രീധു പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ശ്രീധുവിൻ്റെയും ഈ സജിനയുടെയും വ്ളോഗിനകത്തോടെ ഏറ്റവും കൂടുതൽ രേണുവിന് വേണ്ടിയാണ് ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കോമള എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ആ ചേച്ചി പോലും ഇപ്പോൾ പറയുന്നു ആ കൊച്ചിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ പാലും കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞല്ലേ, അപ്പോൾ ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട മോനെ അങ്ങോട്ട് പോകല്ലോ, അവിടെ തീയ, ഇങ്ങോട്ട് പോകലും മോനെ വെള്ളവാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണല്ലോ. ഈ പുള്ളിക്കാരി ഇതിനപ്പുറം അഴിഞ്ഞാടാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതിനപ്പുറം അഴിഞ്ഞാടാനായിട്ട് പുള്ളിക്കാരിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇഷ്ടപ്പെട്ടു പോയി. ഇതിനകത്ത് നമുക്ക് ശ്രീധു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. രേണു ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഒരു ആൽബത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പിറകിൽ കിടന്ന് കാണിക്കുന്ന ഇത്രയും തെമ്മാടിത്തരങ്ങൾ, അതായത് ഇതിനെ തെമ്മാടിത്തരം എന്ന് പോലും പറയാനായിട്ട് സാധിക്കില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ കാഴ്ചവെക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത് എന്താണ്? ഈ ആൽബം എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമയെ പോലെയൊന്നുമല്ല. ഇതിനൊക്കെ ശരിക്കും നല്ലൊരു വാല്യൂ ഉണ്ട്. നല്ല ലവ് സ്റ്റോറി, നല്ല ഫീലിംഗ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബ കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇവരിപ്പോൾ പറയുന്നുണ്ട്. നമ്മളിതിപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എടുത്ത് എന്നാന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നതാണേലും ശ്രീധു പറയുന്നതാണേലും സജിന പറയുന്നതാണേലും എടുത്ത് എന്നാന്ന് വെച്ചാൽ ഇവർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. രേണുവിൻ്റെ ഒരു ജീവിതകഥ എടുത്തതിനകത്ത് നായികയായിട്ട് വന്നിരിക്കുന്ന ശ്രീധുവാണ് ഈ രേണുവിൻ്റെ വേഷം ചെയ്തത്. അപ്പം ഈ സജിനയാണേലും ഒരു ഡയറക്ടറാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ സജിന വർക്ക് ചെയ്യുന്നതാണ്, അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഈ ഫീൽഡിനെ പറ്റി നമുക്കൊക്കെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഫോണിലൂടെ കാണുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതവരുടെ അഭിനയമായിരിക്കും, അവർ അഭിനയിക്കട്ടെ, അവരുടെ തൊഴിലാണത് എന്നുള്ള മൈൻഡിൽ പറഞ്ഞത്. പക്ഷേ ഇവരിത് നല്ല വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട്. ഈ ഫീൽഡ് എന്നാന്നും ഈ ഫീൽഡിൽ എന്നാണ് നടക്കുന്നതെന്നും ഉള്ളത്.
ഈ ഏപ്പടം കാണുന്ന ഫീൽഡിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ തലമുറ, വളർന്നു വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ഈ ആൽബം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് എന്താണ് അവർ പഠിക്കേണ്ടത്? ഈ പറയുന്ന കെട്ടിപ്പിടുത്തം. ശരി, ഓക്കെ, കെട്ടിപ്പിടുത്തം തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്കത് ഒരു ഈ പറയുന്ന ഫിലിമില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് അഭിനയിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ചെയ്യാം, ചെയ്ത് കൂടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതിങ്ങനെ പന്ത് തട്ടും പോലെ രേണുവിന് ഇങ്ങനെ എല്ലാ ചെക്കന്മാരും കൂടെ പന്ത് തട്ടുന്ന, ഞാനൊരു കാര്യം പറയട്ടെ രേണു, ഈ ക്രിക്കറ്റ് കളിക്കാരന്മാർ, ഫുട്ബോൾ കളിക്കാരന്മാർ, ഇവർ യൂസ് ചെയ്യുന്ന പന്തുണ്ടല്ലോ, ഇവർ ലൈഫ് ലോങ് കണ്ടിട്ട് ഈ സെയിം പന്തിനായിട്ട് കളിക്കില്ല. ഇവർ ഓരോ കളി കഴിയുന്നവർ ഇത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു പന്തിനും പക്ഷെ അത്രയും വാല്യൂ പറഞ്ഞ ഇത്രയും തരം താണ രീതിയിൽ എന്ത് കണ്ടിട്ടാണ് രേണു ഇങ്ങനെ ആക്ട് ചെയ്യാൻ പോയത്? എനിക്കത് ഒട്ടും മനസ്സിലായില്ല. ഇതൊരു ആക്ടിംഗ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രേണുവിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള 100% ഉറപ്പാണ്. ശരി, ശ്രീതു അവിടെ തെറ്റി. രേണുവിനെ അവർ ശരിക്കും യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, രേണു അവരെ ശരിക്കും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രേണു എന്നതാണ് കാണിക്കുന്നത്. രേണു അവരിലേക്ക് ഇടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു വർക്ക് അല്ലാതെ പോലും നിന്നാലും അവിടെ നിന്ന് ഒരു പെണ്ണുങ്ങളില്ലേ, ഒരൊറ്റ പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വീഡിയോസ് നമ്മൾ കാണുന്നില്ല രേണുവിൻ്റെ. എവിടെ ഉണ്ടെങ്കിലും 2 ആണുങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കൊണ്ട് രേണു. എന്നിട്ട് ഓക്കെ അവരിരുന്നോട്ടെ, സഹപ്രവർത്തകരാണ്, ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട്, അവരിരുന്നോട്ടെ. പക്ഷെങ്കിൽ ഒരാടെ മണ്ടക്കോട്ട് കയറി കിടക്കുക, വാരി കൊടുക്കുക, ഇതൊക്കെ അവിടെ കണ്ടുകൊണ്ട് എത്ര കൊച്ചു പെൺപിള്ളേർ ഇരിപ്പുണ്ടെന്നറിയാം ഇതൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളും ചിന്തിക്കുന്നത് ഈ ഫീൽഡ് ഇങ്ങനെയാണ്, ഇതിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെയൊക്കെ ആണെന്നല്ലേ ആ കുഞ്ഞുങ്ങളും വിചാരിക്കത്തുള്ളൂ. അപ്പോൾ മേ ബി അവർ ഈ പറയുന്ന 10,000 എനിക്കറിയില്ല പേയ്മെന്റ് എത്രയാണ്. ആ ഒരു പേയ്മെന്റ് തരിക സ്വന്തം ഇമേജ് കളഞ്ഞിട്ടുള്ള പേയ്മെന്റ് രേണുവിന് എന്തിനാണ് കേസ്? രേണുവിന് എന്തിനാണ് സ്വന്തം ഇമേജ് കളഞ്ഞിട്ടുള്ള പേയ്മെന്റ് രേണുവിന് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. അതിനേക്കാൾ അന്തസ്സായിട്ട് ശരി ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് രേണുവിൻ്റെ കാര്യം നോക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് ഇമേജ് വരുന്ന രേണുവിൻ്റെ അച്ഛന് വരും, രേണുവിൻ്റെ അമ്മയ്ക്ക് വരും, കൂടാതെ രേണുവിൻ്റെ 2 മക്കൾ വരും. ഇവരെല്ലാവരും ഇത് ബാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ രേണു ഒന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ? ഞാൻ 100% ഉറപ്പിച്ച് തന്നെ പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. ഒരു പെൺകുട്ടിയും ഇതുവരെയും ഒരു പെൺകുട്ടിയും ഈ ഒരു ലെവലിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം കൺട്രോൾ വിട്ട് കടന്ന് കളിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് രേണു ആരാണെന്ന് രേണുവിന് അറിയോ? ആ ഒരു സാധനം പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ഒരു സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് രേണുവിനെ എനിക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലായത്? ഞങ്ങൾക്ക് നേരത്തെയും മനസ്സിലായി തുടങ്ങിയതായിരുന്നു. നിങ്ങൾക്കൊക്കെ രേണുവിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അന്ധത ബാധിച്ചേക്കുമായിരുന്നു, കണ്ണിന് അന്ധത ബാധിച്ചേക്ക്. രേണു എന്നാന്നുള്ളതിന് മുന്നേ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയായിരുന്നു. ഞാൻ പക്ഷേ രേണുവിനെ അധികം വലിച്ചു കയറാൻ വന്നിട്ടില്ല കേട്ടോ. വലിച്ചു കയറാൻ വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നന്നാക്കാൻ പോകുന്നില്ല. പിന്നെ അവരിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, നമുക്ക് ഓരോ കണ്ടന്റ് കിട്ടും, നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവുക, അത്രയേ ഉള്ളെന്നുള്ളായിരുന്നു. പിന്നെ അവരുടെ വീട്ടുകാർ കേൾക്കേണ്ടി വരും, ആ 2 കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടി വരും, അവരുടെ അമ്മ കേൾക്കേണ്ടി വരും, ചേച്ചി കേൾക്കേണ്ടി വരും. പക്ഷേ ആ കൂടെ തന്നെ ശ്രീതും പിന്നെ സജീനയും കേൾക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. അവരെ നിങ്ങൾ അതുപോലെ നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു രേണു ഇതിലൊരു പരിധി വിട്ട് പോകരുത്. രേണു എന്ന് പറഞ്ഞ ആരാ മുതലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. രേണു ചെറുതായിട്ട് ഇട്ടിട്ട് നോക്കിയാണ് രേണു കയറിപ്പോകുന്നത്. രേണു ഓരോ കാര്യങ്ങളും ചെറുതായിട്ട്, രേണു ഇവരുടെ മുന്നെടുത്ത വീഡിയോയിൽ രേണു ചെറുതായിട്ട്, എന്നിട്ട് രേണു തന്നെ വന്നേച്ച് പറഞ്ഞു അതിനകത്തൊരു സീനുണ്ട്, ഞെട്ടും മറ്റതാണ് മറിച്ച. പക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു സീനേ ഇല്ലായിരുന്നു. ആ ഒരു കഥയാണെങ്കിൽ പോലും അതിനകത്ത് അങ്ങനെ ഒരു സീൻ വരാനായിട്ടില്ല അവരെ കൊണ്ടുവന്നിരിക്കുന്ന കഥയ്ക്കകത്ത്. ഇത് രേണു തയ്യാറായതുകൊണ്ടാണ് അങ്ങനെ ഒരു സീൻ അവരെടുത്ത്. ഇല്ലെങ്കിൽ രേണുവിന് പറയാം കഥയ്ക്കകത്ത് ഇങ്ങനെ ഒരു സീൻ വരാൻ വഴിയില്ലല്ലോ, പിന്നെ എന്നാത്തണ്ട് ഇങ്ങനെ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ തീരാവുന്നതേ ഉള്ള കാര്യങ്ങൾ. ഈ പ്രാവശ്യം പറഞ്ഞ എന്ത് രേണു 3 നായകന്മാരുണ്ട്, ഇപ്രാവശ്യം വൈറലാകുമെന്ന്. അപ്പോൾ പുള്ളിക്കാരിക്കറിയാം ഇങ്ങനെയുള്ള സീൻസൊക്കെയാണ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. സജിന് ശ്രീതു പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രീതു ഇതിനകത്ത് പറയുന്നതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീതു പറയുന്നത്. പിന്നെ ശ്രീതു പറഞ്ഞു വരുന്നത് ഇവരെ മുതലാക്കുന്നു എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരിക്കലുമല്ല, രേണു അവരെ മുതലാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ചെറുക്കന്മാരെയൊക്കെ ദാസനെ പോലും മുതലാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സജിന പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. ഇവരെയൊക്കെ ഞാൻ പറഞ്ഞില്ല ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. അവർ ചിന്തിച്ചിട്ട് ഇങ്ങനെ ആകാം അങ്ങനെ അല്ലേ എന്നുള്ള രീതിയിലല്ല ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടത്. അതിലെനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പം ഈ രേണുവിനെ എന്ത് ബാധിച്ചാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് രേണുവിനെക്കാട്ടി കൂടുതൽ ബാധിക്കുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്കാണ്. അതായത് ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഒരുപാട് ഒരു ഷോർട്ട് ഫിലിം ഒരു ആൽബത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് സംബന്ധിച്ച് അവിടെ നടന്ന കുറേ വീഡിയോസ് ഈ സോഷ്യൽ മീഡിയയിൽ അതിഭയങ്കരമായ രീതിയിൽ വൾഗറായ രീതിയിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ പ്രതികരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് രേണുവിന്റെ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ബ്ലോഗർമാരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെല്ലാം എടുത്തിട്ട് ആദ്യം ചോദിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കാൻ വാരന്തിയെ മൂടാങ്ങി എന്തിയാ ഗുണ്ടി എന്തിയാ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ രേണുവിനെ കാണുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമുക്കാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന കാര്യമില്ല. കാരണം ഇത് അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രേണുവിന്റെ അടുത്ത് ചെന്ന് അവർ എടുക്കുന്നില്ല, രേണു അവർ ഇട്ട് കൊടുക്കുന്നതാണ് അവരുടെ റിയാക്ട് ചെയ്യുന്നത്. അത് ചിലതൊക്കെ രേണു പറയുന്നത് റിയാക്ട് ചെയ്യുന്നത് അവിടെ ഇമാജിനിങ് കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ തിരിച്ചൊരു റിയാക്ഷൻ വീഡിയോ കൊടുക്കുന്നത്. പക്ഷേ ഇത് നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇട്ട വീഡിയോ ഷൂട്ടിംഗ് സീനോ അല്ലായിരുന്നു, അത് നോർമൽ അവർ നിൽക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നത്. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ രേണുവിന്റെ കൂടെ നിന്ന വ്യക്തി എന്ന് പറയുന്നത്
അവനെ എനിക്കറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ ഈ രേണുസുതി പറഞ്ഞിട്ടുള്ള അറിവ് തന്നെയാണ്. അപ്പം അവർ തമ്മിൽ എത്ര വിങ്കളായാലും എന്തായാലും അവിടെ നെഗറ്റീവ് ഉണ്ടാവാൻ പോകുന്നില്ല. അതെനിക്ക് നല്ലതാണ്. എന്താണ് കാരണം ഏതാണ് കാരണം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷേ അത് ആർക്കറിയാം? രേണുവിന് അറിയാം, അദ്ദേഹത്തിനും അറിയാം. പിന്നെ അവരറിയാവുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റൂ ഇല്ല. നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഒരാണും പെണ്ണും ചെയ്തുകൂടാത്ത മോശമായ പ്രവൃത്തികളാണ് അവിടെ കാണുന്നത്. ഈ പറഞ്ഞതിൽ സജീനെ എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നതാണ് സജീന ഉദ്ദേശിക്കുന്നത്. ഒരാണും പെണ്ണും തമ്മിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ടാകുകയില്ല എന്നാണ് രേണു അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ പല അർത്ഥങ്ങൾ അതിൽ വരുന്നുണ്ട്. പുള്ളിക്ക് പെണ്ണുങ്ങളോടല്ല താല്പര്യം എന്നുള്ളൊരു മൈൻഡ് അതിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ രേണു നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കുമെങ്കിലും അയാളെപ്പറ്റി അങ്ങനെയുള്ള മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. പിന്നെ സജീന പറയുക ഒരാങ്ങളെയും പെങ്ങളും ബന്ധമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് സജീനയ്ക്ക് അങ്ങനെ പറയാമായിരുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. രേണുവും അവനും തമ്മിൽ ആങ്ങളെയും പെങ്ങളും എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അത് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. അത് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു സജീനയ്ക്കിത്. പക്ഷേ സജീന ആ ഒരു മൈൻഡിലല്ല ഇത് പറഞ്ഞേക്കുന്നത്. സജീനയുടെ കണ്ണുപോക്കും സജീന പറയുന്ന രീതിയും രേണു പറഞ്ഞു തന്ന കാര്യമാണെന്ന് വെച്ച് പറഞ്ഞാലും രേണു നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതാണെന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വ്യക്തി അങ്ങനെ ഇതിപ്പം രേണു കൂടുതൽ സിനിമയിലെ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. നമ്മുടെ ദിലീപും മമതയൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് റിയാസ് എന്ന് പറയുന്ന നടനും മമതയും കൂടെ ഒന്നിച്ചാണ് താമസിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ചോദിക്കും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് താമസിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യമുണ്ട്. അയാൾക്ക് പുരുഷന്മാരോടാണ് താല്പര്യം എന്ന് പറഞ്ഞ ആ ഒരു മൈൻഡായിരിക്കും രേണു ഈ ചെറുക്കനും കൂടെ ഒന്നിച്ച് ഫ്ലാറ്റിൽ താമസിച്ചെന്നുള്ളത് രേണു തന്നെയാണ് പുറത്ത് വിട്ടേക്കുന്നത്. ഒരു പക്ഷേ നമ്മളൊക്കെ അറിയുന്നതിന് മുമ്പേ അത് സജിനെ അറിഞ്ഞു കാണും. സജിനെ അതിനെ എതിർത്ത് കാണും. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കാണും. ചോദിച്ചപ്പോഴത്തേക്ക് രേണു പറഞ്ഞാണ് അവൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതായിരിക്കും ഇപ്പോൾ സജിനെ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു കാര്യം രേണു തന്നെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു. ശരിക്കും ആ ഒരു ഞാൻ പറയുന്നത് ഈ രേണുവിന് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളിലേക്ക് പോകാനാണ് കൂടുതൽ താല്പര്യം. ഒരുപാട് ഷോർട്ട് ഫിലിമിൽ രേണുസുതി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അവിടെ പോകുന്ന റീൽസ് എല്ലാം നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് 3 നായകന്മാരെ വെച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടില്ല. ആദ്യം ലച്ചു എന്ന് പറയുന്നത് അവിടുത്തെ എനിക്ക് ഏത് കോപ്പിയുടെ ഡയറക്ടറാണ് എനിക്ക് അത് മാത്രമാണ് അവിടെ ചോദിക്കാനുള്ളത്. ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് അപരാധം പിടിച്ച ഒരു പണിയല്ല. അന്തസ്സായിട്ട് മാന്യമായിട്ട് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് നല്ല കാസ്റ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെട്ടവർ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. ആർജെ ലച്ചു നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് നല്ല ഏപ്പണം പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ്, ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ അല്ല, യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആണോ? കറക്റ്റ് ആയിട്ടുള്ള ആർജെ ലച്ചു നിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. നിനക്ക് നല്ല പടം പിടിക്കാനുള്ള എല്ലാവിധ കാലിബറും നിനക്കുണ്ട്. ഞങ്ങളും ഇഷ്ടം 17 ഷോർട്ട് ഫിലിം, ആൽബം, വെബ് സീരീസ് ഇതെല്ലാം കൂടെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഒരു ടീം വർക്ക് ഉണ്ട്. ഈ ടീം വർക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന നമ്മളിവിടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് തീർന്നു കഴിഞ്ഞാലും അതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് വെറും അപരാധിത്തരം തന്നെയായിരുന്നു കാണിച്ചത്. ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളെപ്പോലുള്ളവരും ഒരുപാട് നല്ല ആൾക്കാർ ഷോർട്ട് ഫിലിം, ആൽബം എന്ന് പറഞ്ഞ് ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട്. ഇപ്പൊ നാളെ നമ്മൾ കാസ്റ്റിംഗ് കൊണ്ട് ഇന്ന ഒരു ഷോർട്ട് ഫിലിം ഇത്ര ഏറ്റവും ഒരു കുഞ്ഞിനെ വേണം, 22 വയസ്സിൽ 18 വയസ്സുള്ള പെൺകൊച്ചിനെ വേണം, അല്ലെങ്കിൽ ഇത്ര പ്രായമുള്ള ഒരു ആഘോഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ ഒന്ന് അറയ്ക്കും. ഇതായിരിക്കും അവിടെ നടക്കുന്നത് എന്ന് ചിന്തിക്കും. കാരണം ഇയാൾ സ്വയം ഒന്ന് നോക്കണോ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പോയിന്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഒരു വർക്കുകളെ പറ്റി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഒരു വീട്ടുകാർ ഒന്ന് അറയ്ക്കും. ഒരു പെൺകൊച്ചിനെയാണല്ലോ ഇവിടെ ഇതിൻ്റെ പിന്നിൽ ഇതൊക്കെയാണല്ലോ നടക്കുന്നത് എന്നൊന്നും ചെയ്യാതെ സജന പറഞ്ഞ കറക്റ്റാണ് പറഞ്ഞത്. പിന്നെ സജന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആർജെ ലച്ചുവിന് എന്നതിനാണ് കുറ്റം പറയുന്നത്. ഒരു രേണു ഇപ്പോൾ ഒരുവിധ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. തന്നെയല്ല ഈ ദാസേട്ടൻ, ഈ അക്ഷയ്, അതുപോലെ തന്നെ ആ ചെറുക്കൻ്റെ പേരും മറന്നുപോയി, ആ ചെറുക്കനും ഉണ്ട്. ഇവർ 3 പേരെയും ഈ രേണുവിന് നല്ലപോലെ അറിയാവുന്ന വ്യക്തികളാണ്. ഇങ്ങനെയുള്ള സീൻസൊക്കെ വരുമ്പോഴത്തേക്ക് രേണുവിന് പറയാം എനിക്ക് പറ്റത്തില്ല, എനിക്ക് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്, നാളെ ഒരു മോശം പേരെയൊക്കെ എനിക്ക് താല്പര്യമില്ല, എനിക്കതുകൊണ്ട് ഇങ്ങനെയുള്ള സീനുകൾ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. പക്ഷേ ഈ രേണു ലൈവിൽ വന്ന് പറഞ്ഞത് എന്നാണ്, ദാസേട്ടനും ലച്ചും രേണുവുള്ള ലൈവിൽ വന്ന് രേണു പറഞ്ഞു തന്നെയാണ് എനിക്ക് ഏർപ്പെടുത്തി അഭിനയിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ എനിക്ക് രോമാഞ്ചം വരുന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പ്രത്യേകം. അപ്പം അങ്ങനെയുള്ളപ്പം ഈ ലച്ചു എങ്ങനെ തെറ്റുകാരിയാകും? ലച്ചു ഇങ്ങനെ പുതിയതായിട്ട് അഭിനയിക്കാൻ വന്നൊരു കൊച്ചിനെ വെച്ച് ലച്ചു ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം ആ കൊച്ചിന് ഫീൽഡ് എന്നാന്ന് അറിയത്തില്ല, അതുകൊണ്ട് ആ കൊച്ചിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ലച്ചു ഡയറക്ടർ എന്നാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇത് സ്വന്തമായിട്ട് അഭിപ്രായമുള്ള രേണു ഇങ്ങനൊരു സീൻ എടുക്കാനായിട്ടും ഇത്രയ്ക്ക് താല്പര്യത്തോടു കൂടി നിന്നെങ്കിൽ അത് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അവർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സീൻ എടുത്തത്. അങ്ങനെ ഒരു ഏപ്പടം പോലുള്ള ഇതിനകത്ത് അഭിനയിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്.
അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലച്ചു എങ്ങനെ കുറ്റക്കാരിയാകും? പിന്നെ രേണു ഇത്തിരി പോന്ന കുഞ്ഞൊന്നുമല്ല, ശരിക്കും വിളഞ്ഞ വിത്താണ് ആ പെണ്ണുപിള്ള. നല്ല വിളഞ്ഞ വിത്താണ്. എവിടെ എങ്ങനെ അഴിഞ്ഞടണമെന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. ഞാൻ ഇങ്ങനെ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചത്. ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആവശ്യത്തിൽ അധികം ഉപയോഗിക്കുകയാണ് താൻ ഇപ്പം ഈ ഒരു ഇതിൽ ചെയ്തത്. ഇതിന് മുമ്പ് മംഗാചാരം പറഞ്ഞാൽ ചെയ്തല്ലോ, അതിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിനകത്ത് ആ ഒരു രീതിയിൽ വെറും നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിന്റെ അങ്ങേ അറ്റമാണ് ഈ ഒരു വർക്ക് നടന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോസ് ആയാലും. ഇപ്പോൾ അത് താമര രേണു ഇഷ്ടമല്ല, രേണു ചെയ്യുന്നതല്ലേ, ഞങ്ങൾക്ക് നല്ലല്ലോ. രേണു ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട്. ആ ഒരു ഡിസിപ്ലിനകത്ത് നിന്ന് കഴിഞ്ഞാൽ വരുന്ന ആക്ടേഴ്സിന് ഏത് കൊലക്കൊമ്പത്തുള്ളവരായാലും ആണായാലും പെണ്ണായാലും നമ്മൾ പറയുന്നത് അനുസരിക്കും. അറിയാം, ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ സ്റ്റേ വരെ ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും സ്റ്റേ വരെ ചെയ്തിട്ട് പിന്നീട് വെളുപ്പിനത്തെ ഷൂട്ടിന് ആ രേണു ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. അന്തസ്സും അഭിമാനമായ രീതിയിലാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ വിശ്രമ വേളകൾ ആനന്ദകരമൊക്കെ ആക്കാം, പക്ഷേ ഇത് ഒരുമാതിരി അർമാണിച്ചവായിപ്പോയി. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ താനൊരു സീൻ, ഒരു ദാസേട്ടനും രേണുണ്ടുള്ള ഒരു സീൻ താനത് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് എനിക്ക് അത് ദഹിക്കാതെ പോയത്. ഇതിൽ എങ്ങനെ ചേർക്കാനാ? ഇത് കണ്ട ഇനി ശ്വാസം വിടാനുള്ള സ്പേസ് ഇല്ല. അവർ നിൽക്കുന്ന രീതിയിൽ ഇനി കുറച്ചുകൂടെ അവള് ശ്വാസം വിടാനുള്ള സ്പേസ് ഇല്ല എന്നുള്ളത് രേണുവിന് അറിയാലോ. രേണുവിന് അറിയത്തില്ലേ ശ്വാസം വിടാനുള്ള സ്പേസ്? രേണുവിന് പറയാമല്ലോ ഇത്രയും മതി, ഇതിക്കുള്ളിൽ വേണ്ട, ഇതിക്കുള്ളിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർജെ ലച്ചു അതിനപ്പുറം ചെയ്യാൻ പറയത്തില്ല. ഈ പറയുന്ന ദാസനാണെങ്കിൽ പോലും പറയും വേണ്ട, അത് വേണ്ട, അത്രയും വേണ്ട. കാര്യം ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ എത്രമാത്രം ഇപ്പം പറഞ്ഞില്ല, അതിനകത്ത് മന്ദരച്ചാലിനകത്ത് വലുതായിട്ട് കാണിച്ച ആ ബെഡ്റൂം സീൻ എന്നതായിരുന്നു കാണിച്ചേക്കുന്നത്. ആ സീനെങ്കിലും ഈ രേണു കൂടെ കണ്ടതിന് ശേഷമായിരിക്കുമല്ലോ പബ്ലിക്കിലേക്ക് വിട്ടത്. അങ്ങനെ വിട്ട സീനുകൾ ഈ പ്രാവശ്യം അത് അവർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അവരെടുത്തത് കൊണ്ടാണ് ഈ പ്രാവശ്യം വീണ്ടും ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ ആർജെ ലച്ചു വെച്ചത്. ഇല്ലെങ്കിൽ ആർജെ ലച്ചു പറയുക എനിക്ക് ഇച്ചിരി വരിക്കും രേണു പറയാമല്ലോ അത്രയും വേണ്ട, ഇത് മറ്റുള്ളവർ കാണുന്നുണ്ട്, അന്ന് തന്നെ ഒത്തിരി നെഗറ്റീവ് കേട്ടു ഞാൻ, ഇനി എനിക്കതിന് താല്പര്യമില്ല, പിള്ളേർ എൻ്റെ കൊച്ചു വളർന്നു വരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് നല്ല രീതിക്ക് പോകണം. തന്നെയല്ല എൻ്റെ വീട്ടുകാരെ വരെ അന്ന് സത്യം പറയാം മരിച്ചുപോയ സുധിയെ വരെ ആൾക്കാർ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് എന്നെ ഈ ലോകത്തുനിന്ന് പോയത്, ആ മനുഷ്യനെ വരെ നാട്ടുകാർ തെറി വിളിച്ചു, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരാന്ന് പ്രശ്നമുള്ളൂ. അല്ലാതെ രേണുവിനെ ആരും മുതലാക്കുന്നില്ല. രേണു ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാനിത് കഴിഞ്ഞ് കുറേ സീൻ കാണിച്ചു തരാം. പുള്ളിക്കാരിക്ക് ഇനിയിപ്പോൾ ഇവർ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചു, ഇവരത് മുതലാക്കിയെന്ന് ഇരിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സീൻ കാണിച്ചു തരാം. ഈ ഷൂട്ടിനില്ലാത്ത കുറച്ച് സീനുകളുണ്ട്. അത് ആരണ്ട് നിർബന്ധിച്ചിട്ടാണോ രേണു അങ്ങനെയൊക്കെ കാണിക്കുന്നത്? ദാസൻ ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞ അതിനകത്തോട്ട് കയറ്റി വെക്കണം. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊക്കെ വർക്ക് മാന്യമാരി ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പം ഒരു പിന്നെ ശിശിര എന്ന് പറഞ്ഞ ആൽബം നമ്മൾ ചെയ്തല്ലോ, അതിനകത്തും ചെറിയ സീനുണ്ട്. ആ സീനിൽ പോലും ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഫേമസ് ആയി നിങ്ങൾ ഈ ചെയ്ത കണക്ക് രേണുവിന് ഇവിടെ വന്ന എല്ലാ ക്യാമറമാരും മീഡിയക്കാരെ നമുക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഷോട്ട് എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇപ്പം 700 അങ്ങോട്ട് ചെയ്യാൻ അതിനെക്കാട്ടി കൂടുതൽ റീച്ച് നമുക്ക് തുടക്കം മുതലേ കിട്ടിയത്. ആ ഒരു സീനിൽ ഞങ്ങൾ ക്യാമറമാനും അസിസ്റ്റന്റ് ഡയറക്ടറെ ഞാനും ഡയറക്ടറെ സിനിമാറും പിന്നെ അഭിനയിക്കുന്ന 2 ആർട്ടിസ്റ്റുകളും മാത്രമേ ഉള്ളായിരുന്നു. അതാണ് അന്തസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതെന്താണെന്നറിയാം നിങ്ങൾ അങ്ങനെ ഇറക്കിയത്? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഈ രേണുവിന് വേണ്ടി സപ്പോർട്ട് പറയുകയും ഇത്രയും ബഹളമൊക്കെ വെക്കുമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു അമ്മയാണ്, നിങ്ങളൊരു പെണ്ണാണ്, എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം, ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു മകൻ, എനിക്കൊന്നും ഇവർക്കൊരു മകനാണ് ഉള്ളതെന്ന് തോന്നുന്നു. ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു കുഞ്ഞിന് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ട്. നിങ്ങളുടെ മകൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ വേണ്ട ഇന്നവിടെ മോനാ പോകുന്നത് എന്ന് ആ കൊച്ചിനെ പറയരുത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മാന്യമായിട്ട് പരിപാടി അവതരിപ്പിക്കുന്നത്. നിങ്ങൾ മാന്യമായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് ഈ സജിന എന്ന് പറയുന്നത് ഇവർക്കൊരു നന്മയുണ്ട്, ഇവർക്കൊരു തെറ്റ് പറ്റിയാൽ തെറ്റാന്ന് പോലും ഇവർക്ക് തിരുത്താനുള്ളൊരു മനസ്സുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ വീഡിയോ ചെയ്തേക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നത്. കാര്യം ഇവർ കാണിച്ചത് അവർക്ക് വേണ്ടി സപ്പോർട്ട് ഒന്ന് തെറ്റാന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ എതിര് നിന്ന് സംസാരിക്കുന്നത്. രേണുവിനെ നിങ്ങൾ പറയുന്നുണ്ട്, രേണുവിനെ മുതലാക്കുന്നു, രേണുവിനെ എടുക്കുന്നു ഷൂട്ടിംഗ് സ്ഥലത്ത്. ഈ കുറച്ച് സീനുകൾ നിങ്ങൾ നോക്കിക്കണം. രേണു എന്നതൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നത്. ആ അടുത്ത് കുറേ പെങ്കൊച്ചുങ്ങൾ ഇരിപ്പുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു മുടി വളർത്തിയവൻ്റെ തോളെ കയറി നടക്കുവാണ്. ഇതാണ് ഒരു പെണ്ണ് കാണിക്കുന്നത്, ഒരമ്മ കാണിക്കേണ്ടത്. ഇനി വിധവ എന്നുള്ളത് അങ്ങോട്ട് മാറ്റി വെക്കാം, നമുക്ക് പോട്ടെ. വിധവ എന്നുള്ള കാര്യം പറഞ്ഞില്ല, ഒരമ്മ കാണിക്കുന്ന രീതിയാണോ അത്? ഒരു മകനായിക്കോട്ടെ, ആ ഒരു കൊച്ചിനെ മാത്രം നമ്മൾ പറഞ്ഞത്. കിച്ചുവിനെ പറയുന്നില്ല. കിച്ചു നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, സുധിലാദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞാന്ന് നമുക്കറിയാവുന്നതാണ്. കിച്ചുവിൻ്റെ പാട് നോക്കി പോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പോട്ടെ. ആ റിതപ്പിൻ്റെ ഒരിത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു അമ്മയാണോ ഇങ്ങനെ കിടന്ന് കാണിക്കേണ്ടത്? ആണോ? എന്നതാണ് ഇതിന് മാത്രം ഒരുത്തൻ്റെ തോളയിലോട്ട് കയറി രഹസ്യങ്ങൾ പറയാനായിട്ടുള്ളത്? ഈ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുന്നേ മുതൽ രേണു കാണിക്കുന്നൊരു കോലം ഇതാണ്.
ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് ഈ ഇവൻ്റെ തോളേന്ന് ഇറങ്ങിയിട്ടില്ല. മനുഷ്യർ സംസാരിക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും സംസാരിക്കും, ഇല്ലെന്നല്ല, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. എത്ര അടുത്ത ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു അകലം നമ്മൾ വെക്കാറുണ്ട്. ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇത്രമാത്രം അവരതിൽ ഒന്നും ഇല്ല കേട്ടോ. അത് ജനങ്ങളുടേതായിട്ടുള്ള പച്ചനാണ് ഞാൻ പറയുന്നത്. പിന്നെ രേണു എന്ന് പറയുന്നത് നിങ്ങൾക്ക് രേണുവിന്റെ സ്വഭാവം ഈ മീഡിയയിലൂടെ ഓരോന്ന് പറയാൻ കേൾക്കാൻ ചെയ്യുന്നത് എനിക്ക് നേരിട്ട് അവരുടെ സ്വഭാവം എനിക്കറിയാം. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് അവർ അങ്ങനെ പറഞ്ഞില്ല, എന്ത് പാടി അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് തക്കതായ തിരിച്ച് മറുപടി കൊടുക്കും. അവരുടെ കഷ്ടം നല്ല രസം നിന്റെ ഭയങ്കര സേവ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നമുക്ക് ഒന്നും അറിയണ്ട, നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അവൾ അറിയാം. ഇപ്പൊ ഒരു വീഡിയോ ആയാലും എന്തായാലും അത് കാണണ്ട. രേണു ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പ്രതികരിച്ച് കഴിഞ്ഞു. അത് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അതിനോട് ഒരു പ്രതികരണം കിട്ടി കഴിഞ്ഞു. രേണു എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ആരെങ്കിലും പറയുമ്പോൾ പൊങ്ങും, അങ്ങനെ അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ എന്നുള്ള ആ ഒരു പോയ കോടാലിയാണ് രേണു സുധി. അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇവിടെ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണ്. രേണുവിന് നെഗറ്റീവ് റീച്ച് ഉണ്ട്, റീച്ച് നേരത്തെ നിന്നോട്ടെ, പക്ഷേ നെഗറ്റീവിനെക്കാട്ടി നല്ലത് പോസിറ്റീവായിട്ട് 10 പേര് കൊള്ളാം, നല്ല കുട്ടിയാണ്, നല്ല കുഴപ്പമില്ല എന്ന് പറയുന്നതിന്റെ അന്തസ്സും അഭിമാനവും അതൊന്നും വേറെ തന്നെയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അത് വേറെ ലെവലിൽ ആൾക്കാർക്ക് ഇഷ്ടമില്ലാതെ നമ്മളെ കാണുകയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അത് അങ്ങനെ കണ്ടിട്ടുള്ള കാര്യം ആര് കണ്ടാലും നമുക്ക് റീച്ച് പറ്റില്ല, അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ സജിനയുടെ അല്ലെങ്കിൽ സജിനയുടെ ഷോട്ടിൽ മേലെ ആ നല്ല വെച്ചാൽ ഭയങ്കര ഇഷ്ടം 10 പേര് കണ്ടാൽ മതി. അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ രേണു എന്ന് പറയുന്ന ഈ പെണ്ണിനെ മാക്സിമം യൂസ് ചെയ്യാണ്. പിന്നെ ഈ ഒരു കാര്യം അപ്പോൾ രേണുവും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല, എനിക്ക് മറ്റുള്ളവർ അയച്ചു തന്നു. അപ്പം നിങ്ങൾ ഒരു പരിധിവരെ രേണുവിനെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കുന്നുണ്ട് ഇല്ലേ? സജിന ആ കാണിക്കുന്നത് ശരിയാണെന്ന് സജിനയ്ക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ സജിന ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. സജിനയുടെ മൈൻഡ് ആയിരിക്കില്ല ചിലപ്പോൾ രേണുവിന് അതിനുള്ളത്, രേണുവിൻ്റെ മൈൻഡ് ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെ മൈൻഡ്. ഒരാൾ അങ്ങനെ ഒരു എടുത്തുചാട്ടക്കാരിയാണെങ്കിൽ അവരുടെ മുന്നിലേക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കരുത്, അത് ഇത് എന്നും പറഞ്ഞുള്ളത്. അത് നിങ്ങൾ ഒരു പരിധി വരെ അവർ നെഗറ്റീവ് അടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ വേണ്ട പറയാം. അതുകൊണ്ടല്ലേ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഓരോന്നും എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സജിനയുടെ വായും തന്നെ സത്യങ്ങൾ വന്നു. അപ്പോൾ രേണു എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് ചുമ്മാ പറയുന്നതായിരിക്കും, രേണു വെറുതെ പറയുന്നതായിരിക്കും നിർത്തും. സജിനയുടെ വായും തന്നെ വന്നു, ഞങ്ങൾ ഓരോന്ന് എടുത്തിട്ട് കൊടുക്കും, അത് നെഗറ്റീവാണ്, അതങ്ങനെ പറയാം. അപ്പോൾ അതിന് വന്ന് റിപ്ലൈ രേണു കൊടുക്കും. നല്ല കാര്യമാണ് പറഞ്ഞത്, അവർക്ക് നല്ല ഇതായിട്ട് സ്നേഹത്തോടെ മറുപടി കൊടുക്കുക. ഇങ്ങനെയൊരു ആടുന്ന പാവയെ പോലെ ആക്കിയത് നിങ്ങൾ തന്നെയല്ലേ? അപ്പോൾ പിന്നെ അവിടെ ചെന്ന് രേണു കാണിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് എടുത്ത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ചുറ്റുവട്ടത്ത് നിന്ന് അവരെ ഇങ്ങനെ ആക്കിയെന്നേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ക്യാമറയ്ക്ക് മുന്നിലുള്ള ആൾക്കാരെ കാണിച്ചപ്പോൾ ക്യാമറയ്ക്ക് ഔട്ടിലാണ് കാണിക്കുന്നത്, നിങ്ങളതിന് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച സീൻ ഉണ്ടല്ലോ, കുറച്ചുകൂടി ചേർന്ന് പറഞ്ഞിട്ട് അങ്ങ് ചേർപ്പിച്ച് വെച്ച ചെയ്യുന്ന സീൻ, ഈ സീൻ ഈ വരുന്ന ആൽബത്തിനകത്ത് ഇല്ലെങ്കിൽ ഇതിന്റെ റിയാക്ഷൻ വേറെ ഒന്നും ഞങ്ങൾ തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അതാണ് ഒരു ബെഡ്റൂംസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അത് ആ ഷോർട്ട് ഫിലിം വരില്ല, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. കാരണം ഞങ്ങളും ഈ ശിശിരത്തിനകത്ത് അങ്ങനെ ചെറിയ ബെഡ്റൂം സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ ഷോർട്ട് ഫിലിം കണ്ടവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞങ്ങളത് റീൽസ് ആയിട്ട് നേരത്തെ തന്നെ ആൾക്കാരെ കൊണ്ട് മീഡിയക്കാരെ കൊണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ റീച്ച് കിട്ടിയേനെ. അത് ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, മനസ്സിലായി? അതാണ് അങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അതിനകത്ത് സംവിധായകനും ക്യാമറമാനും ഒക്കെ നിന്ന് ആർട്ടിസ്റ്റുകൾ നിന്നാണ് എടുക്കുന്നത്. അല്ലാതെ ആ സീൻ എടുത്തേച്ച് അത് ഉടനെ അങ്ങ് പുറത്തോട്ട് വിടുകയും അത് അഭിനയിക്കുന്നവർക്കൂടെ താല്പര്യം ഉണ്ടായിട്ടല്ലേ സജിന വിടുന്നത്. അല്ലാതെ അതിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറമാനോ മാത്രം കാണിക്കുന്ന പരിപാടി അല്ലല്ലോ അത്. ആ അഭിനയിക്കുന്നവരുടെ ഇഷ്ടത്തിനല്ലേ. പിന്നെ ഇതൊന്നും അല്ല ഈ വീഡിയോസ് എന്നുള്ളത് ബോധമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇതല്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ള ആദ്യത്തെ ആൽബം. ഇവർ കാണിക്കുന്ന കോലങ്ങൾ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ള ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ആൽബങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെയും കണ്ടിട്ടുണ്ട്. അതിനകത്തൊന്നും ഈ മാതിരി തോന്നിയ ദിവസങ്ങളൊന്നും കാണിക്കും. ഇപ്പോൾ അതിനകത്ത് മുടി വളർത്തിയും തന്നെ അവൻ്റെ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അതിനകത്തൊക്കെ നോക്കും പെമ്പിളാർ എത്ര മാന്യമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാം. ഒരു സത്യം പറയാം, രേണുവിന് ശകലം പോലും അഭിനയിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ശരീരം കാണിച്ചെടുക്കുന്നത്. പിന്നെ രേണുവിനെ ഇങ്ങനെ ഇട്ട് ഇത്രയും വൾഗറായിട്ട് ചെയ്തു എന്ന് പറയുന്നു. രേണു തന്നെത്താനെ ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ, അതിനെന്താ നിങ്ങൾ പ്രതികരിക്കാതിരുന്നത്? അവർ കഴുത്തിറങ്ങി ഉടുപ്പിടുക, എന്നിട്ട് അതിനകത്ത് അത് കാണുന്ന രീതി ക്യാമറ പിടിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുക. അതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ അന്നേരം ഒന്നും പറഞ്ഞില്ലേ നീ കാണിക്കുന്ന തെറ്റാണ്, നീ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള വീഡിയോസ് ഇടാതെ എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഇവർ ചെയ്തപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു ന്യായവുമില്ല. നമുക്ക് വേറെ കുറച്ച് വീഡിയോസും കൂടെ കാണാം. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പം ഒരു ചെക്കനിങ്ങനെ നമ്മൾ പുറകെ നടക്കുമെന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് ആ ചെക്കനോട് ഇഷ്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊരു സൈക്കോളജി ഉണ്ട്. അതായത് ചെക്കനോട് നമ്മൾ മിണ്ടത്തില്ല, ചെക്കനെ നമ്മുടെ പുറകെ നടക്കുന്ന ചെക്കൻ നമ്മുടെ മുമ്പിലൂടെ നടന്നു പോവാം. നമ്മൾ പെണ്ണുങ്ങൾ സൈക്കോളജിയാണ്, മുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കനോട് ഇഷ്ടമുണ്ടെന്നാണ്. അങ്ങനെയൊക്കെയുള്ള പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞാനൊക്കെ 1991 ഞാൻ ചെയ്യുന്നത്, 34 വയസ്സ്. ഞാനൊക്കെ 1991. ഒരു വർഷം പുള്ളിക്കാരിക്ക് പറയാൻ അറിയത്തില്ല. അതുപോലെ ആണുങ്ങളുടെയൊക്കെ സൈക്കോളജി എല്ലാം പുള്ളിക്കാരിക്ക് അറിയാമല്ലോ. മുടിയല്ല, അതുകൊണ്ടായിരിക്കും എപ്പോഴും കൈകൊണ്ട് ഈ മുടി ഒതുക്കുന്നതല്ലേ. എല്ലാ ആണുങ്ങളെ ഇഷ്ടമാണെന്നുള്ളത് കാണിക്കുന്നതാണോ ഈ കൈ കൊണ്ട് എപ്പോഴും പുള്ളിക്കാർ മുടി ഒതുക്കുന്നത്? ഇതൊക്കെ എവിടുന്ന് വന്നോ ഇങ്ങനെയുള്ള കുറേ ന്യായം? ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ആരെങ്കിലും കാണുമ്പോഴത്തേക്കും മുടി ഒതുക്കി വെക്കുന്നത് കൈ കൊണ്ട്.
പ്രേമിക്കുന്നവരെല്ലാം ഈ മോന്തൊക്കെയാണല്ലോ പ്രേമിക്കുന്നത് വെച്ചിട്ട് ഒരു അങ്ങ് വെതറുക പ്രപ്പോസൽസ് ഒക്കെ വരുന്നതാണ് എല്ലാ ഇളയത്തങ്ങൾ അതുള്ളത് വേണ്ടെന്ന് വെച്ചാൽ ഉള്ള മേക്കപ്പ് എല്ലാം കൂടെ മുഖത്ത് അടിച്ച് പുട്ടിയിട്ടതിൻ്റെ അലർജി കൊണ്ട് വരുന്നതാണ് മോക്കുരു എന്ന് തോന്നും. പിന്നെ ഈ രാത്രിയിലൊന്നും ഉറക്കമില്ലല്ലോ, ശരീരമൊക്കെ ചൂടാവുമല്ലേ, അന്നേരവും ഈ ചാട്ടവും ബഹളമായിട്ട് നടക്കുമല്ലേ, ആ സമയത്തും നമ്മുടെ മുഖത്ത് നമ്മൾ ഉറങ്ങാതിരുന്നാലും നമ്മുടെ മുഖത്തൊക്കെ മോക്കുരു വരും. പിന്നെ ഇളയ പിള്ളേരാണ് പ്രേമിക്കുന്നതെന്ന്, എന്നിട്ട് ഈ ഇളയ പിള്ളേരുമായിട്ടാണല്ലോ ഈ ചേച്ചി കിടന്ന് അഴിഞ്ഞാടുന്നത്. അതിന് കുഴപ്പമില്ല. 2-3 വയസ്സിന് വ്യത്യാസമുള്ള കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നവും ഇല്ല. 5 വയസ്സിന് ഇളയവരെ വരെ കല്യാണം കഴിക്കുന്നവരുണ്ട്. 5 അതിൽ കൂടുതൽ ഏജ് കുറവുള്ളവരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അന്നൊരു കാര്യമുണ്ട്, ഒരാളുടെ കൂടെ ജീവിക്കണം അന്നേരം. ഇതുപോലെ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറൊരു സീനുണ്ട്, ഇവരൊരു കാറിൽ ഇരിക്കുന്നത്. ഇതൊക്കെ ഇവർ മനഃപൂർവ്വം നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമല്ല. രേണുവിൻ്റെ ചിരി കാണുമ്പോൾ അതിൻ്റെ അടി വന്നേക്കുന്ന കമൻറ്റുകൾ കാണണം. അതിൻ്റെ അടി വന്നേക്കുന്ന കമൻറ്റുകളാണ് വൃത്തികെട്ട കമൻറ്റുകളാണ്. ആ ചിരിയിലുണ്ട് ഇവരുടെ എല്ലാ പരിപാടിയും എന്നാണ് പറയുന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ആ ചിരിയിലുണ്ടെന്നാണ്. ഒരിക്കലും കാണിക്കാം, അന്നേരം മനസ്സിലാവും നിങ്ങൾക്ക്. കാറിനുള്ളിൽ കയറി ഇരിക്കുവാണോ? കാറിനുള്ളിൽ കയറി ഇരിക്കാന്ന് രണ്ടുപേരുടെ ഭയങ്കര ചൂട് പുറത്ത്. ആഹാ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ, അല്ലേ? തീയിൽ കുരുത്തത് എത്ര ഷൂട്ടുകൾ കേട്ടല്ലോ, എത്ര ഷൂട്ട് കഴിഞ്ഞു വന്ന്. ഈ പറയുന്നത് അവൻ പറയുന്ന എല്ലാ അർത്ഥം വെച്ചാണ് അവൻ പറയുന്നത്. അത് കേട്ട് ഇവളെ ഇന്ന് കുണകുണാന്നങ്ങ് ചിരിക്കുക. ആ ചിരിയും അവിടെ ഇരിപ്പും കാണുമ്പോഴേ നമ്മൾ ഏതൊരു മനുഷ്യരും ഇവരെ നെഗറ്റീവേ പറയുള്ളൂ. ഇത് ഷൂട്ടിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ലല്ലോ. ഇവളെ ആര് ഉപയോഗിക്കുന്നു? ഇപ്പം ഇവള് മറ്റുള്ളവരെ ഉപയോഗിക്കുന്നെന്ന് പറ. സജിന പറഞ്ഞ ആ ഒരു കാര്യം വെച്ചാൽ പറഞ്ഞ രേണുവിനെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വെള്ളപൂശാൻ നോക്കുന്നുണ്ട്. രേണുവിനെ എല്ലാവരും എടുത്തങ്ങ് ഉപയോഗിക്കുക. രേണു അതിനകത്ത് ദാസേട്ടനെ അവരെല്ലാവരും പറയുന്നുണ്ട് ഓരോന്നുമായിട്ട്. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താ സത്യാവസ്ഥ. നിങ്ങളൊരു ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിൽക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങുന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നു. ആളുകളെ അവിഹിതാക്കിയോ? അത് ഉറപ്പല്ലേ ആക്കും. ഞങ്ങളൊരു ഫ്ലാറ്റ് വൈറ്റിലെ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഈ പറയുന്നത് ആരാണ് ഇത് പുറത്തേക്ക് വിട്ടത്? ഓഡിയൻസ് ആരും പോയി തപ്പിപ്പിടിച്ചോണ്ട് ഇവർ പോയെടുത്ത് പോയി വീഡിയോ എടുത്തോണ്ട് വന്നതല്ല. ഇവർ ബാക്കി എല്ലായിടത്തും പോയി വീഡിയോ എടുക്കുമായിരുന്നല്ലോ. എന്നിട്ട് എന്തെയ്യാ, ഫ്ലാറ്റിൽ പോയിൻ്റെ വീഡിയോ ഒന്നും ആരും കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ എവിടെ പോയി ഇറങ്ങുന്നു, ഞാൻ എവിടെ പോയി നിൽക്കുന്നു, ഞാൻ സ്റ്റാറ്റസ് ഇടുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു, ഇതായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരുടെ പുറകെ ഒരു ക്യാമറമാൻ നടപ്പുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്ത് അവനൊന്നും അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടിയില്ലേ? അപ്പോൾ പുള്ളിക്കാരിക്ക് പോകേണ്ടടുത്തൊക്കെ പോകുമ്പോൾ പുള്ളിക്കാരിക്ക് രഹസ്യമായിട്ട് പോകാനറിയാം, വരാനും അറിയാം. എന്നിട്ട് പറയുന്ന ഞാനൊരു തുറന്ന പുസ്തകമാണ്, ഞാൻ എവിടെ പോയാലും വീഡിയോയിലൂടെ നിങ്ങളെല്ലാം കാണിക്കുന്നുണ്ടെന്ന്. ഇപ്പം തന്നെ ഈ ഒരു ഫ്ലാറ്റിൽ ഇവർ പോയ കാര്യം ചിലപ്പോൾ സജിനയ്ക്കൊക്കെ അറിയായിരിക്കാം. അതുകൊണ്ടായിരിക്കും സജിന ഇവനെപ്പറ്റി ആ വർത്തമാനം പറഞ്ഞത്. ഓഡിയൻസിന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇവർ അന്നൊരു ഇതിന് അഭിനയിച്ചു, അത് കഴിഞ്ഞ് ഇവൾ ബിഗ് ബോസിൽ പോയി. പിന്നെ അതിനെപ്പറ്റി അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇപ്പോഴാണ് ഈ പുള്ളിക്കാരനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാർ തന്നെ പറഞ്ഞു, ഞാൻ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, എൻ്റെ തുണികൾ അവിടെ വെച്ചിട്ടുണ്ട്, എന്നതെല്ലാം. അതിനൊക്കെ വരുന്ന കമൻറ്റുകൾ കേൾക്കണം. നാട്ടുകാർ കൂടിയപ്പം ചേച്ചി ഇറങ്ങി ഓടിയതാണ്, അപ്പോൾ തുണി എടുക്കാൻ മറന്നുപോയി. ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത വർത്തമാനങ്ങളാണ് വരുന്നത് കമൻറ്റായിട്ട്. കമൻറ്റ് ഇടുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവരിടും. എന്നെ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് അങ്ങ് ചിരിയാണ്. പിന്നെ AC മേടിക്കാൻ വഴക്ക് പറഞ്ഞ പപ്പ ഇതറിഞ്ഞില്ലായിരുന്നോ? ആ പപ്പ പറഞ്ഞില്ലേ മോളെ അങ്ങനെ പോകരുത്, തെറ്റാണ് എന്ന് പറഞ്ഞില്ലേ? ശ്രീതു പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ഈ കാര്യങ്ങളൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ശ്രീതു, ഇവരുടെ കൂടെ നടക്കുന്ന ശ്രീതു തന്നെയാണ് ഇത് പറഞ്ഞേക്കുന്നത്, വേറെ ആരുമല്ല. നമ്മൾ മറ്റുള്ളവർ പറയുമ്പോഴല്ലേ അതിന് പ്രശ്നങ്ങളുള്ളൂ. നമ്മൾ രേണുവിനെ മോശം പറയുന്നു, നെഗറ്റീവ് പറയുന്നു, റിയാക്ഷൻ വീഡിയോക്കാർ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ രേണുവിനെ പറ്റി വേണ്ടതിനെ പറയുന്നു. ശാന്തിവിള ദിനേശൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഇപ്പോൾ തിരുത്തി പറയേണ്ടി വരുന്ന പോലത്തെ ഒരു അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് പുള്ളിക്കാരി. ശ്രീതു പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. ഇവർ കൂടെ നടക്കുന്നതാണ് ശ്രീതു, കണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിക്കാണ് ശ്രീതു അത് പറയുന്നത്. നമുക്കിതൊന്ന് കേട്ട് നോക്കിച്ച് ബാക്കി കാര്യം പറയട്ടോ. രേണുവിന് അന്ന് മുതൽ ഇന്ന് വരെയും രേണു ഒരു ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൊഞ്ചി കുഴയുന്നതായിട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ആൺകുട്ടികളോട് മാത്രമുള്ള ഈ കെട്ടിപ്പിടുത്തവും ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടാൽ ഷൂട്ടിംഗ് എല്ലാവരെയും ഇത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും ഇതിൽ ശ്രീതു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികളുടെ കൂടെ തൊളക്കൈയിട്ടോ പെൺകുട്ടികളുടെ കൂടെ ഇരിക്കുക അങ്ങനെ രേണു ചെയ്യുന്ന കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. ആണുങ്ങളുടെ അടുത്തുനിന്ന് രേണു മാറുകയല്ലെന്ന്.
നമ്മളാരും പറഞ്ഞതല്ല, ശ്രീതു പറഞ്ഞാണ്. ഇവർക്ക് വേണ്ടി വീഡിയോ ഇട്ട് ഇവരെ വെള്ളപൂശാൻ നടന്ന ഒരു വ്യക്തി പറയുന്ന കാര്യമാണിത്. ആ ഒരു വ്യക്തി പറയുന്ന കാര്യമാണ് രേണുവിനെ പറ്റി. ഇത് നമ്മളൊക്കെയാണ് പറയുന്നെങ്കിൽ പറയും രേണുവിനെ അവിഹിതം പറഞ്ഞു, രേണുവിനെ മോശക്കാരിയാക്കി, നീ കണ്ടോടാ ഞാൻ ആണുങ്ങളുടെ കൂടെ ഇരിക്കുന്ന കണ്ടോടാ, ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ പോകാത്ത നീ അല്ലെങ്കിൽ കണ്ടോടി എന്നും ചോദിച്ചുകൊണ്ട് രേണുവും വന്നായിരുന്നേനെ. ഇത് ശ്രീതു തന്നെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതിനുള്ള തെളിവും കൂടെ കാണിച്ചു തരാം. ഇതറിയാൻ മേലാഞ്ഞിട്ട് എനിക്ക് ചോദിക്കുകയാണ്, ഇവർക്കൊന്നും തന്നെ വാരി കഴിക്കാൻ അറിയത്തില്ല. ഈ മറ്റൊരാൾക്ക് വാരി കൊടുക്കാൻ അറിയാവുന്നവർക്ക് സ്വന്തം വയലോട്ടി കൈ കൊണ്ടുപോകാൻ അറിയാൻ മേലെ. ദാസേട്ടന് വാരി കൊടുക്കുന്നു, പ്രജീഷ്, പേരാണെ വിട്ടു, പ്രജീഷിന് വാരി കൊടുക്കുന്നു, അക്ഷയ്ക്ക് വാരി കൊടുക്കുന്നു, എല്ലാവർക്കും രേണു വാരി കൊടുക്കുന്നു, രേണുവിന് ഇവരെല്ലാവരും വാരി കൊടുക്കുന്നു. ഇവരെവിടെന്തോ ഷൂട്ടിങ്ങിനൊന്നും പോയതല്ലേ, വാരി കൊടുക്കും മത്സരത്തിന് പോയതാണോ? രേണു ചേച്ചി പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കേൾക്കാം. മരിക്കുന്നതിന്റെ തലേന്നും 2-3 വട്ടം പറഞ്ഞു വാരി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ തമാശ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞപ്പോ പിന്നെ മത്തിക്കറിയായിരുന്നു തന്നെ ഉണ്ടാക്കിയ ആള് ഉണ്ടാക്കിയിട്ട് വാരിത്തരാൻ പറഞ്ഞു. 2-3 വട്ടം പറഞ്ഞു. അപ്പൊ എനിക്ക് വേണം മടിയായിട്ട് പുള്ളി എനിക്ക് വാരിത്തന്നു, കൊറേ വാരിത്തന്നു. ഞാൻ പുള്ളി കാണാൻ പോയി തുപ്പിയിട്ട് വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഇനിയിപ്പൊ തുപ്പിയല്ല. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു പിന്നെ പുള്ളിക്ക് കുറച്ച് മരിക്കുന്നതിന് തലേ പിറ്റേ ദിവസം മരിക്കുക പോവാൻ. ഇപ്പം മരണത്തിന് തലേദിവസത്തെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി ഓർമ്മത്ത് എടുത്ത് പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അതൊക്കെ ഓർത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ചോറ് വാരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി തന്നെ പുള്ളിയായിരുന്നു ഇന്നും അടുക്കളപ്പണി ചെയ്യുന്നതെന്ന് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നാട്ടുകാർ പറഞ്ഞു ഓരോ വീഡിയോസൊക്കെ ആ സമയത്ത് പുറത്ത് വരുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ പണി മൊത്തം അങ്ങനെ ചെയ്യുന്നതെന്ന്. പുള്ളിക്കാരി ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുക, ഇതാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം പുള്ളി തന്നെയാണ് മീൻകറി വെച്ച് ചോറ് വാരി കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരിക്ക് വാരി കൊടുത്തു, പുള്ളിക്കാരി അതുകൊണ്ട് തുപ്പിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ വാരി കൊടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് തുപ്പിക്കളയുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്തു. ഇപ്പം മരണത്തിന് പിറ്റേ ദിവസത്തെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് പുള്ളിക്കാരി. പേടിക്കൊന്നും വേണ്ട, കിച്ചു വിളിക്കത്തൊന്നുമില്ല. കിച്ചു ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് കിച്ചുവിൻ്റെ പേരും പറഞ്ഞ് അവിടെ ഒന്നും കൂടെ അപ്പം അറിയാം കാണിക്കുന്നതൊക്കെ തെണ്ടിത്തരമാണെന്നറിയാം. ഈ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് ഇവർ കല്യാണം കഴിക്കുന്ന ഒരു സീനാണ് എടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഉമ്മ കൊടുക്കുന്ന സീൻ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും കുറേ നേരം അവിടെ നിന്നു. അന്നേരം ഡയറക്ടർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതെന്നെ മാറുന്നില്ലെന്ന്. അപ്പോൾ ഡയറക്ടറാണോ അതിലെ കാരണക്കാരി? ഈ ലച്ചു ആണോ അപ്പോൾ അതിലെ തെറ്റുകാരി? ഭാഗമായിട്ട് ഇവർ കല്യാണത്തിൻ്റെ ഇതായിട്ട് ഇങ്ങനെ കൈ പിടിച്ചാണ് ഇവർ രണ്ടുപേരുടെ കൈ കോർത്ത്. പുള്ളിക്കാരിക്ക് കൈ കോർത്തല്ലാതെ നടക്കാൻ പറ്റത്തില്ല, അത് ആരുടെയും കൈ കോർക്കണം. നേരത്തെ പ്രജീഷിൻ്റെ ആയിരുന്നു സ്ഥിരം, അത് പ്രജീഷ് കേൾക്കാൻ ഇനി ഒന്നുമില്ലായിരുന്നു. ലാസ്റ്റ് പാവാടവള്ളി എന്നുള്ള പേര് വരെ പ്രജീഷിന് വീണു. ഇപ്പോൾ ഇവൻ്റെ കൈയിലാണ് ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കോർത്ത് പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഷൂട്ടൊന്നുമല്ല, ഇവരങ്ങോട്ട് ഷൂട്ടിങ്ങിന് പോവുകയാണ്. പോകുന്ന സമയത്ത് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ് പുള്ളിക്കാരി തന്നെ പറയുന്നത് ഇനി കമൻറ്റ് വരും, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാന്നുള്ള കമൻറ്റ് വരുമെന്ന്. നമുക്ക് ബാക്കി കേൾക്കാം. അത് സത്യമല്ലേ, സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ? പിന്നല്ലാതെ ആണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മ. ഇതൊക്കെ അഴിഞ്ഞാട്ടം എന്ന് പറയും, അഴിഞ്ഞാടുക. സജിനെയും പിന്നെ ശ്രീതും പറഞ്ഞ കാര്യത്തിന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതിന് വന്നാണ് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് പുള്ളിക്കാരി ചെയ്യുന്നത് എന്ന് ഈ കമൻറ്റ് ഇടുന്നവരും കൂടെ ഒന്ന് വിചാരിക്കണം.